നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആയുധവും പണവും നൽകി ഇതുവരെ നാറ്റോ സഖ്യത്തെ ചേർത്ത് പിടിച്ചിരുന്നു അമേരിക്ക. യൂറോപ്പിനെ സംരക്ഷിക്കാൻ എന്തിന് തങ്ങളുടെ നികുതിപ്പണം ചെലവഴിക്കുന്നു എന്ന അമേരിക്കൻ പൗരന്മാരുടെ ചോദ്യം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ ശക്തമായിരുന്നു. ഇപ്പോൾ ട്രംപിൻ്റെ നീക്കങ്ങളും സമാനമായ വഴിയിലൂടെ യൂറോപ്പിൻ്റെ പൂർണ്ണ സംരക്ഷണം അവർ ഏറ്റെടുക്കട്ടെ. അതിനെന്തിനാണ് അമേരിക്ക പണമൊഴുക്കുന്നത്? അഥവാ അമേരിക്ക അവിടെ പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട്. യുക്രൈന് വേണ്ടി അമേരിക്ക ഒരുപാട് പണം കളഞ്ഞു. അത് തങ്ങൾ യുക്രൈനിൽ നിന്ന് തന്നെ ഈടാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും റഷ്യയും തമ്മിൽ സൗദിയിലെ റിയാദിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടി ചർച്ചകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പാരീസിൽ വെച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ തലവന്മാർ കണ്ടുമുട്ടി. യുക്രൈനിലേക്ക് സമാധാന സേനയെ അയക്കണമെന്നും യൂറോപ്പിന്റെ സംരക്ഷണത്തിനായി നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇന്നലെ ആവർത്തിച്ചത്. എന്നാൽ കെയർ സ്റ്റാമർ നടത്തിയ ആഹ്വാനം ജർമ്മനി പൂർണ്ണമായി അവഗണിച്ചു. ഉച്ചകോടിയിൽ നിന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് രാജിവെച്ചു. വ്യക്തമായ അഭിപ്രായ വ്യത്യാസമാണ് ഇന്നലെ പാരീസിൽ നടന്ന ചർച്ചകളിൽ കണ്ടത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അടിച്ചുപിരിയുന്നു എന്ന തോന്നൽ വരെ ഇതുണ്ടാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അനുചിതമാണ് എന്ന് ജർമ്മനി പ്രതികരിച്ചു. സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് US-ഉം റഷ്യയും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾ, അതിനു മുൻപ് തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഏകീകൃത മുന്നണി രൂപീകരിക്കണമെന്ന അഭിപ്രായമായിരുന്നു UK പ്രധാനമന്ത്രിക്ക്. എലിസി കൊട്ടാരത്തിൽ വെച്ച് 3 മണിക്കൂർ നീണ്ട ചർച്ചകൾ. ഒടുവിൽ പത്രസമ്മേളനത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഭൂഖണ്ഡത്തെ സംരക്ഷിക്കാൻ യൂറോപ്പ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കി. ബ്രിട്ടീഷ് സൈനികരെ യുക്രൈനിലേക്ക് അയക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ജർമ്മനിയുമായി ചേർന്ന് പോളണ്ട്, സ്പെയിൻ, ഇറ്റലി എന്നിവയുമായുള്ള യുക്രൈൻ റഷ്യ അതിർത്തിയിൽ പെട്രോളിംഗ് തുടരുന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നാൽ ഇപ്പോഴൊരു സമാധാന സേനയെ രൂപീകരിക്കുന്നത് അനുചിതമായ സമയത്തിലാണ് എന്ന് ജർമ്മനി പ്രതികരിച്ചു. ഈ ചർച്ചകളിൽ എനിക്ക് പൂർണ്ണമായും അതൃപ്തി തോന്നുന്നു. അത് തുറന്നു പറയാൻ ഞാൻ തയ്യാറുമാണ്. ജർമ്മൻ ചാൻസലറുടെ പ്രതികരണം. യുക്രൈൻ്റെ തലയ്ക്ക് മുകളിലാണ് റിയാദിൽ വെച്ചുള്ള സമാധാന ചർച്ചകൾ. യുക്രൈനെക്കുറിച്ചുള്ള ചർച്ചകളിൽ എന്തുകൊണ്ട് യുക്രൈനെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ തലവന്മാർ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ചുവടുമാറ്റമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ അപ്പാടെ ബാധിച്ചിരിക്കുന്നത്. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശയഭിന്നത. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും സമാധാന പരിപാലന പദ്ധതിയെ ചോദ്യം ചെയ്തു. ഒരു സമാധാന കരാറിലെത്താതെ എങ്ങനെ സമാധാന സേനയെ നമ്മൾ രൂപീകരിക്കുമെന്ന ചോദ്യം. യുക്രൈൻ വിഷയത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഉച്ചകോടിക്ക് മുൻപ് യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുന്ന കാര്യം പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് തള്ളിക്കളഞ്ഞു. പോളണ്ട് ഇതുവരെ ചെയ്തതുപോലെ യുക്രൈനെ നമ്മൾ പിന്തുണയ്ക്കും. നമ്മുടെ സംഘടനാപരമായി സാമ്പത്തിക ശേഷികൾക്ക് അനുസൃതമായി മാനുഷികമായും സൈനികമായും നമ്മൾ സഹായങ്ങൾ തുടരും. എന്നാൽ യുക്രൈൻ പ്രദേശത്തേക്ക് പോളിഷ് പട്ടാളക്കാരെ അയക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല എന്നും പോളണ്ട് തുറന്നടിച്ചു. എന്നാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കുന്നത് സംബന്ധിച്ച് ചില ധാരണയിലെത്തി. മറ്റു രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി. അതിർത്തിയിൽ പോലീസിനു വേണ്ടി ഒരു ബഹുരാഷ്ട്ര സേന രൂപീകരിക്കുകയാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം. റഷ്യയെ മറ്റൊരാക്രമണം സംഘടിപ്പിക്കുന്നതിൽ നിന്ന് ഫലപ്രദമായി പിന്തിരിപ്പിക്കാൻ ഇത്തരമൊരു നീക്കത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. വർഷങ്ങളായി അമേരിക്കൻ പിന്തുണയിലാണ് മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തങ്ങളുടെ സംരക്ഷണം തുടർന്നു പോകുന്നത്. പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ശക്തമായ US സേനാ വിഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ യുക്രൈനിലേക്ക് സൈനികരെ അയക്കുന്നതിനുള്ള നീക്കത്തിൽ മിക്ക രാജ്യങ്ങളിലും വിമുഖത പ്രകടിപ്പിച്ചു. ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന സേനയിൽ ചേരുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചു. എന്നാൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് തന്റെ നിലപാടിൽ കൂടുതൽ ക്ലാരിറ്റിയുണ്ട്. യുക്രൈൻ്റെ ഭാവി മാത്രമല്ല ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത്. ഇത് യൂറോപ്പിന് മൊത്തത്തിലുള്ള ഒരു നിലനിൽപ്പിന്റെ ചോദ്യമാണ്. ബ്രിട്ടന്റെ ദേശീയ താൽപര്യത്തിനും യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്കും വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ കൂട്ടായ സുരക്ഷയ്ക്കായി നമ്മൾ ഒരുമിക്കണം. പ്രതിരോധത്തിന്റെ കാര്യത്തിൽ US നാറ്റോ വിടാൻ പോകുന്നില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി.
പക്ഷെ നമ്മൾ യൂറോപ്യന്മാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നാറ്റോയിലെ സൈനിക പങ്കാളിത്തവും സാമ്പത്തിക സഹായവും അമേരിക്ക കുറയ്ക്കും. യുഎസുമായുള്ള ബാന്ധവത്തിൽ വിള്ളലുകൾ വീഴരുത് എന്നതാണ് മിക്ക രാജ്യങ്ങളുടെയും അഭിപ്രായം. യുക്രൈന് ഭാവിയിൽ റഷ്യയിൽ നിന്ന് ആക്രമണം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അമേരിക്ക അവർക്ക് ഒരു സുരക്ഷാ ഗ്യാരണ്ടി നൽകണം. ഇക്കാര്യത്തിൽ ട്രംപ് നേരത്തെ സെലൻസ്കിയുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. അമേരിക്ക കീവിന് സുരക്ഷാ ഗ്യാരണ്ടി നൽകാം, പക്ഷെ തിരികെ അമേരിക്കയ്ക്ക് ചിലതൊക്കെ ആവശ്യമുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. യുക്രൈൻ ധാതുക്കളുടെ 50% അവകാശവാദമാണ് ട്രംപ് മുന്നോട്ട് വച്ചത്. ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന് സെലൻസ്കി വ്യക്തമാക്കി. അമേരിക്കയുടെ വലിയ നയവ്യതിയാനമാണിപ്പോൾ നമ്മൾ കാണുന്നത്. തങ്ങൾ സഹായിക്കാം, സൈനികമായി സേവനങ്ങൾ ചെയ്യാം, പക്ഷേ അതിന് പ്രതിഫലം വേണം എന്ന ട്രംപിന്റെ നിലപാട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ സൗദി അറേബ്യയിലെത്തി. അവിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി അദ്ദേഹം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടാക്കുന്ന ഒരു കരാർ തങ്ങളെങ്ങനെ സമാധാന കരാറായി കാണും എന്ന് യുക്രൈൻ പ്രസിഡന്റ് ചോദിക്കുന്നു. യൂറോപ്പിന്റെ സുരക്ഷ വഴിത്തിരിവിലാണ് എന്ന് രാജ്യങ്ങൾ വിലയിരുത്തി. ഇതുവരെ സുരക്ഷാ കാര്യത്തിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ യൂറോപ്പിന് ലഭിച്ചിരുന്നു. അതിൽ നിന്ന് കനത്ത നയവ്യതിയാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ചേർന്ന് ശ്രമങ്ങൾ ആരംഭിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികളെ ബോധപൂർവം മാറ്റി നിർത്തിയതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ അങ്കലാപ്പിലാഴ്ത്തിയത്. കഴിഞ്ഞയാഴ്ച തുടർച്ചയായ ചില ഞെട്ടലുകളാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് സമ്മാനിച്ചത്. അതിന്റെ തുടർച്ചയായിരുന്നു നേതാക്കളുടെ കൂടിക്കാഴ്ച. പക്ഷേ അതും അലസിപ്പിരിയുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ തിങ്കളാഴ്ച ഒരു ഹ്രസ്വ സംഭാഷണം നടന്നു. എന്നാൽ ഫ്രാൻസിനെ കൂടുതൽ അംഗീകരിക്കുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചില്ല. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത് വലിയ ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിലെ അസാധാരണ കാലഘട്ടം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ട്രംപും പുതിനും നേർക്കുനേർ ഒരു മേശയിലിരുന്ന സംഭാഷണങ്ങൾ തുടരും എന്ന പ്രത്യാശയാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. യൂറോപ്പിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം കുറയ്ക്കും എന്ന് ട്രംപ് വീണ്ടും പ്രഖ്യാപിക്കുന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള 3 വർഷം നീണ്ട യുദ്ധകാലഘട്ടം. യൂറോപ്പും അമേരിക്കയും റഷ്യയോടുള്ള നിലപാടിൽ ഇക്കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ ഐക്യം പുലർത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ 2ാം വരവിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നത് യാഥാർത്ഥ്യബോധമുള്ള ഒരു പ്രപ്പോസലായി താൻ കാണുന്നില്ല എന്നതായിരുന്നു ട്രംപിന്റെ വിശദീകരണം. ഇത് യുക്രൈനെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. 2014 മുൻപുള്ള അതിർത്തികൾ പുനഃസ്ഥാപിക്കുക എന്ന യുക്രൈന്റെ ലക്ഷ്യം യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത ഏകദേശം 5ഓളം പ്രവിശ്യകളുണ്ട്. 2014 കാലഘട്ടത്തിൽ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ പ്രദേശം ഒരു കാരണവശാലും റഷ്യ ഇനി വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ട്രംപ് തന്നെ കൈക്കൊള്ളുമ്പോൾ യുക്രൈൻ കൂടുതൽ പിന്നോട്ട് പിൻവലിയുന്നു. കഴിഞ്ഞ വർഷം വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനൊപ്പം നൽകിയ ഒരു പ്രതിജ്ഞയുണ്ട് UK പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. ആ പ്രതിബദ്ധത നിറവേറ്റാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് സ്റ്റാമർ ഇപ്പോൾ പറയുന്നു. നാറ്റോ അംഗത്വത്തിലേക്കുള്ള യുക്രൈന്റെ പാതയെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് UK പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. ഇവിടെയാണ് നയവ്യതിയാനവുമായി ട്രംപ് പുതിയ പ്രസ്താവനകൾ നടത്തുന്നത്. യുക്രൈനുള്ള UKയുടെ അചഞ്ചലമായ പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്ന് സ്റ്റാമർ ഉറപ്പിച്ചു പറയുന്നു. നാറ്റോ പങ്കാളിത്തത്തിനുള്ള പിന്തുണ പണ്ടേ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. സാധാരണ പുതിയ അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരത്തിലെത്തുമ്പോൾ ആദ്യം സന്ദർശിക്കാൻ ഓടിയെത്തുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരാണ്. എന്നാൽ ഇക്കുറി ട്രംപ് തന്റെ പതിവ് ചിട്ടകൾ തെറ്റിച്ചു. സന്ദർശനാനുമതി തിരക്കിയ സ്റ്റാമറോട് കുറച്ചുകൂടി കാത്തിരിക്കാനാണ് ട്രംപ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. ഇപ്പോഴിതാ വരുന്നയാഴ്ച UK പ്രധാനമന്ത്രിക്ക് സന്ദർശനാനുമതി അമേരിക്ക നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ ഇരുവശങ്ങളിലായി ട്രംപും സ്റ്റാമറും നിൽക്കുന്ന അപൂർവ കാഴ്ചയാണ് ലോകത്തിന് അമ്പരപ്പുണ്ടാക്കുന്നത്. എക്കാലത്തും US-ന്റെ അവിഭാജ്യ ഘടകമായിരുന്നു UK. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാംബി ട്രംപിനെ വംശീയവാദി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപകടകരമായ കോമാളിയെന്നും ട്രംപിനെ ആക്ഷേപിച്ചിരുന്നു. ട്രംപിന്റെ സംഘം ഇത് ലേബർ സർക്കാരിനെതിരെ US തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ വിദേശ ഇടപെടൽ എന്ന ആരോപണം ഉയർത്തി. UK-ക്കും അമേരിക്കയ്ക്കുമിടയിൽ വലിയ നയപരമായ വിള്ളലുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു.
1946 തന്റെ ഇരുമ്പ് കർട്ടൻ പ്രസംഗത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ ആദ്യമായി പ്രത്യേക ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത് UK-യും US-ഉം തമ്മിലുള്ള അപൂർവ ബാന്ധവത്തെക്കുറിച്ച്. രണ്ടാം ലോകമഹായുദ്ധകാലത്തും പിന്നീടുള്ള ശീതയുദ്ധകാലത്തും അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക പങ്കാളിയായി ബ്രിട്ടൻ നിലകൊണ്ടു. 1946 രഹസ്യാന്വേഷണ പങ്കിടൽ കരാറുകൾ ഉൾപ്പെടെ അമേരിക്കയുടെ അവിഭാജ്യ ഘടകമായി അങ്ങനെ UK പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പതിറ്റാണ്ടുകളായി അടയാളപ്പെടുത്തിയ ഇരു രാജ്യങ്ങളും ഒരുമിച്ചുള്ള സൈനിക ഇടപെടലുകൾ, വിദേശനയം, വ്യാപാരം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മിക്കവാറും എല്ലാ പ്രധാന സംഘർഷങ്ങളിലും UK-യും US-ഉം സൈനിക സഖ്യങ്ങളായി തുടർന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിലും കൊറിയൻ യുദ്ധത്തിലും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ യുദ്ധങ്ങളിൽ ബ്രിട്ടൻ അമേരിക്കയ്ക്കൊപ്പം ചേർന്നു നിന്നു. 2003 ഇറാഖിൽ US നയിച്ച ഇടപെടലിനെ UK പിന്തുണച്ചു. ഇറാഖിൽ സൈനിക നടപടികളിലേക്ക് ബ്രിട്ടനെ വളരെ നേരത്തെ അമേരിക്ക തള്ളിവിട്ടതായി അന്ന് ചില പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ 2021 ബൈഡൻ ഭരണകൂടം ഏകപക്ഷീയമായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ US-നോടുള്ള UK-യുടെ സൈനിക നിരാശ വളർന്നു. സഖ്യകക്ഷികളുമായുള്ള ഏകോപനത്തിൽ അമേരിക്കയ്ക്ക് വീഴ്ച സംഭവിക്കുന്നു എന്ന് ബ്രിട്ടൻ തുറന്നടിച്ചു. 2023 ജനുവരിയിൽ ബ്രിട്ടീഷ് സൈന്യത്തെ ഇനിയൊരു ഉയർന്ന പോരാട്ട സേനയായി കണക്കാക്കുന്നില്ല എന്നൊരു മുതിർന്ന US ജനറൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം US-നും യൂറോപ്പിനുമിടയിലുള്ള ഒരു നിർണായക കണ്ണിയായി UK പ്രവർത്തിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള നയങ്ങൾ രൂപപ്പെടുത്തുകയും അമേരിക്കൻ സ്വാധീനം ശക്തമാക്കുകയും ചെയ്തു. എന്നാൽ ബ്രെക്സിറ്റ് യൂറോപ്പിൽ US-നുള്ള UK-യുടെ പ്രാധാന്യം കൂടുതൽ കുറച്ചു കളഞ്ഞു. ഒരു കാലത്ത് അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രാഥമിക കവാടമായി കണക്കാക്കിയിരുന്നത് ബ്രിട്ടനായിരുന്നു. എന്നാൽ 2016 യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രിട്ടന്റെ തീരുമാനം തന്ത്രപരമായ പ്രാധാന്യത്തെ മാറ്റിമറിച്ചു. പ്രസിഡന്റ് ട്രംപ് ബ്രെക്സിറ്റിനെ പിന്തുണയ്ക്കുകയും UK-US വ്യാപാര കരാർ വേഗത്തിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയമായി സ്റ്റാമറും ട്രംപും ഇരു ധ്രുവങ്ങളിലായി നിൽക്കുന്നു. മധ്യ ഇടതുപക്ഷ ലേബർ നേതാവായ സ്റ്റാമർ ബഹുമുഖതയ്ക്കും അന്താരാഷ്ട്ര സഹകരണത്തിനുമൊക്കെയാണ് ഊന്നൽ നൽകുന്നത്. എന്നാൽ ട്രംപിന്റെ പോളിസി വ്യത്യസ്തമാണ്. അമേരിക്ക ആദ്യം. യൂറോപ്യൻ പ്രതിരോധ ചെലവുകൾ കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത ട്രംപ് ഊന്നിപ്പറയുന്നതും ഈ അടിസ്ഥാനത്തിലാണ്. നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്ന മുൻ ഭീഷണികളെക്കുറിച്ച് ട്രംപ് ഇപ്പോൾ ഉരിയാടുന്നില്ല. അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും ഒക്കെ വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ യുക്രൈന്റെ കാര്യമാണ് ഇപ്പോൾ പരമകഷ്ടം. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ വാഗ്വാദങ്ങൾ തുടരുമ്പോൾ തങ്ങളുടെ സുരക്ഷയെ കരുതി യുക്രൈൻ ഇപ്പോൾ വിലപിക്കുന്നു. മറുവശത്ത് അപൂർവമായ ചില സംഗമങ്ങൾ അത് യുക്രൈനെയും പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സൗദിയിൽ നടക്കുന്ന ഉച്ചകോടിയാണ് ഏറ്റവും വലിയ പേടി സ്വപ്നമായി യുക്രൈനിൽ ഇപ്പോൾ പതിച്ചിരിക്കുന്നത്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് യുക്രൈനുള്ള പിന്തുണ ആവർത്തിക്കുമ്പോഴും അമേരിക്കയെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ജർമ്മനിയുടെ പണം കൂടുതൽ ചെലവഴിച്ച് നാറ്റോയെ സംരക്ഷിക്കേണ്ട ബാധ്യത യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഏറ്റെടുക്കുന്നില്ല എന്നതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പരാതി. വാഷിംഗ്ടൺ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ്. അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, അമേരിക്കയുടെ പ്രതിരോധ ചെലവുകൾ പരമാവധി കുറയ്ക്കുക, അറ്റ്ലാന്റിക് മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിച്ച് പസഫിക് മേഖലയിലേക്ക് വീണ്ടും അവരെ പുനർവിന്യസിക്കുക. ഫെബ്രുവരി 23 ജർമ്മനിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിന് മുന്നോടിയായി തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടി, ആ പാർട്ടിക്ക് അമേരിക്ക പിന്തുണ നൽകുന്നു എന്ന ഭയം ഇപ്പോൾ ജർമ്മൻ ചാൻസലർക്കുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും ഭയക്കേണ്ടത് അവരുടെ രാജ്യങ്ങൾക്കുള്ളിലുള്ള ശത്രുക്കളെയാണ് എന്ന് ട്രംപ് ഉന്നം വെച്ച് പറയുന്നു. തീവ്ര വലതുപക്ഷ കക്ഷികളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന പ്രകൃതക്കാരനാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ നെതന്യാഹുവിനെ അദ്ദേഹം ഒപ്പം നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി റഷ്യയെ എതിർചേരിയിൽ നിർത്തി യൂറോപ്യൻ യൂണിയനു വേണ്ടി തങ്ങളുടെ പണം ഒഴുക്കിക്കളയുന്നു എന്ന വിശ്വാസമാണ് ഇപ്പോൾ ട്രംപിന്. എന്തിനാണ് എല്ലാ കാലത്തും റഷ്യയെ തങ്ങളുടെ മറുചേരിയിൽ നിർത്തി ശത്രുവായി കാണുന്നത്? രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം നിലവിൽ വന്ന ട്രാൻസ് അറ്റ്ലാന്റിക് കൺവെൻഷനുകളെ ട്രംപ് ഭരണകൂടം അട്ടിമറിക്കുന്നുവെന്ന പരാതിയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. ജർമ്മനി പോലുള്ള നാറ്റോ അംഗരാജ്യങ്ങളോട് അവരുടെ സൈന്യങ്ങൾക്കായി കൂടുതൽ ചെലവഴിക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നു. സഖ്യകക്ഷികൾ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ 5% പ്രതിരോധത്തിനായി നീക്കിവെക്കട്ടെ.
ഇത് നിലവിലെ 2% ലക്ഷ്യത്തേക്കാൾ വളരെ കൂടുതലാണ്. നമ്മുടെ നിലവിലുള്ള കടം നിയന്ത്രണം മാറ്റാതെ 2% കൂടുതൽ പണം പ്രതിരോധത്തിനായി മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് ജർമ്മനി പറയുന്നു. യൂറോപ്പിന്റെ സംരക്ഷണവും പ്രതിരോധവുമൊക്കെ അമേരിക്കൻ പണം ഉപയോഗിച്ച് എന്തിനു നടത്തുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ. അവിടെയാണ് ട്രംപ് ഇറക്കുന്ന പുതിയ കാർഡുകൾ. റഷ്യയ്ക്ക് ചുറ്റും നിരവധി മേഖലകളിൽ അമേരിക്കൻ സേനാ താവളങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ സംരക്ഷണത്തിനു വേണ്ടി അമേരിക്ക ചെലവഴിക്കുന്ന കോടാനുകോടി ഡോളറുകൾ. എന്തിനാണ് ഇത്തരത്തിൽ അമേരിക്കക്കാരുടെ നികുതിപ്പണം ചെലവഴിക്കുന്നത് എന്ന ട്രംപിന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കാനേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയൂ. യുക്രൈൻ യുദ്ധത്തിനു വേണ്ടി ജോ ബൈഡൻ ഭരണകൂടം മാറ്റിവെച്ച $300 ബില്യൺ. ഇതൊക്കെ അമേരിക്കൻ ജനതയുടെ നികുതിപ്പണമാണെന്ന് ഓർക്കണം. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് തന്ത്രപരമായ പിൻവാങ്ങലാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ തങ്ങളുടെ സൈനിക ആസ്തികൾ അവിടെ നിന്ന് പിൻവലിക്കുക, കപ്പലുകൾ, ദീർഘദൂര മിസൈലുകൾ, തന്ത്രപരമായ വിമാനങ്ങൾ, ഫോർവേഡ് അധിഷ്ഠിത സൈനികർ. പ്രതിരോധ വ്യാവസായിക വശത്ത് യൂറോപ്പിലെ കരയുദ്ധത്തെക്കാൾ പസഫിക്കിലെ നാവിക യുദ്ധത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിപ്പോൾ പെന്റഗൺ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നാറ്റോയെ രൂപാന്തരപ്പെടുത്തുകയും പരമ്പരാഗത പ്രതിരോധത്തിന്റെ ഭാരം യുഎസിന്റെ ചുമലിൽ നിന്ന് മാറ്റുകയും ചെയ്യും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. റഷ്യയുമായും ചൈനയുമായും 2 മുന്നണികളിൽ യുദ്ധം ചെയ്യാനുള്ള വിഭവങ്ങൾ യുഎസിന്റെ കയ്യിലില്ല എന്ന് ട്രംപ് തുറന്നു പറയുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ശത്രു ചൈനയാണ്. യൂറോപ്യന്മാരുടെ സുരക്ഷാ ആവശ്യങ്ങളെക്കാൾ ചൈന ഉയർത്തുന്ന വ്യവസ്ഥാപരമായ വെല്ലുവിളിക്ക് ഞങ്ങൾ മുൻഗണന നൽകുന്നു. യൂറോപ്പിന്റെ അതിർത്തികളിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ട്രംപിന്റെ പിന്മാറ്റം, അതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ അവർക്കിടയിൽ ഏകോപനമില്ല, അവർക്ക് നേതാക്കളില്ല. യൂറോപ്പിന്റെ സുരക്ഷയിൽ പൊതുവായി എല്ലാ രാജ്യങ്ങളും തങ്ങളുടേതായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള പോംവഴി. നാറ്റോ സഖ്യരാജ്യങ്ങളുടെ പ്രതിരോധ ചുമതല എന്തിന് അമേരിക്ക ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു എന്ന ട്രംപിന്റെ ചോദ്യം ന്യായമാണ്. കച്ചവടക്കാരനായ ട്രംപിനെ കച്ചവടം പഠിപ്പിക്കേണ്ടതില്ല. യുക്രൈന് ഞങ്ങൾ സമാധാനം കൊണ്ടുവരും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് റഷ്യയെ ചേർത്തുപിടിച്ച് ട്രംപ് പറയുന്നു, ചില ഫോർമുലകൾ ഞാൻ മുന്നോട്ട് വയ്ക്കാം, ആ ഫോർമുലയിൽ റഷ്യ എത്തണം. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടും ട്രംപ് ആവശ്യപ്പെടുന്നത് അതാണ്, തന്റെ ഫോർമുലകളിൽ ഏകപക്ഷീയമായ അംഗീകാരം. നാറ്റോ സഖ്യരാജ്യങ്ങളെയും അമേരിക്കയെയും മുന്നിൽ കണ്ട് യുദ്ധത്തിനിറങ്ങിയ സെലൻസ്കി ഒടുവിൽ സ്വന്തം രാജ്യത്തിന്റെ ധാതുക്കളുടെ 50% അമേരിക്കയ്ക്ക് നൽകേണ്ട ഗതികേടിലാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.